നമസ്തേ. എൻ്റെ പേര് അയ്മനം അജിത്ത്. നാമശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ന്യൂമറോളജിസ്റ്റാണ്. നിങ്ങളിൽ ഒട്ടുമിക്കവരും ന്യൂമറോളജിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും, ധാരാളം വീഡിയോസും കണ്ടിട്ടുണ്ടാകും. അത് നല്ലതാണ്. പക്ഷേ ഞാൻ ന്യൂമറോളജിയേക്കാൾ ഉപരിയായിട്ട് പ്രോണോളജിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ പേരിൽ, സ്ഥാപനങ്ങളുടെ പേരിൽ ധാരാളം നെഗറ്റീവ്സ് ഉണ്ട്. അങ്ങനെയുള്ളവരാണ് ധാരാളം ദുരന്തം അനുഭവിക്കുന്നതായിട്ട് എൻ്റെ അനുഭവത്തിലൂടെ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന അനുഭവം നിങ്ങളോട് പറഞ്ഞാൽ തെളിവില്ലല്ലോ. തെളിവ് എന്ന് പറഞ്ഞാൽ വാർത്താമാധ്യമങ്ങളിൽ വന്നെങ്കിൽ അല്ലെങ്കിൽ ടി വിയിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഈ മിക്ക ദുരന്തങ്ങളുടെയും പിന്നിൽ ഏഴുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ നിങ്ങളിൽ പല ആൾക്കാർക്ക് ആദ്യമൊക്കെ എതിർപ്പായിരുന്നു, ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്ന്. അപ്പോൾ ഇത്രയും തെളിവ് തന്നപ്പോൾ എല്ലാ ആൾക്കാരും ഒന്ന് തെല്ലടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും ആ വിഷയം വേണ്ടാന്ന് വെച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കേരള തീരപ്രദേശത്ത് ഒരു മഹാദുരന്തം ഉണ്ടായെന്ന് നമ്മളെല്ലാവരും കണ്ടു. ഭാരത ഗവൺമെൻറ്റിന് വരെയും കേന്ദ്ര സർക്കാരിന് വരെയും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ആൾക്കാരും ടാക്സി വരെ നഷ്ടപ്പെടുന്ന രീതിയിലല്ലേ ആ തീരപ്രദേശത്ത് MSC എൽസ 3 എന്നൊരു കപ്പൽ മുങ്ങിയത്. MSC എൽസ 3 ഈ കപ്പലിൻ്റെ പേര് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, പക്ഷേ ഷോർട്ട് ഫോമായിട്ട് പറയുന്നതാണ് MSC എൽസ. അത് മാത്രം എടുത്താൽ പോരാ, അതിനോടൊപ്പം 3 കൂടിയുണ്ട്. അങ്ങനെ MSC എൽസ 3യുടെ വാല്യൂ, അക്ഷരങ്ങളെ എണ്ണം 8, വാല്യൂ 43, 25, 5-7. ഈ കപ്പൽ അവിടെ മുങ്ങിയത് 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, 25-ാം തീയതി പൂർണ്ണമായിട്ടും മുങ്ങി. 25-ാം തീയതി എന്തുകൊണ്ട് നമ്മൾക്ക് ഇത് വേറെ ഒരു ദിവസം ആയില്ല? മറ്റേതെങ്കിലും ഒരു ദിവസം ആയിക്കൂടെ? അപ്പോൾ 25 നമ്മളെ ദുരന്തം വഹിത്തിൽ എന്തെങ്കിലും ഒപ്പിക്കും. കൊച്ചി തീരത്താണ് കപ്പൽ മുങ്ങിയത്. അവിടെ നിന്നും മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോയി, വിഴിഞ്ഞത്തേക്കോ അല്ലെങ്കിൽ ഇവിടെ ആലപ്പുഴയ്ക്കൊക്കെ പോയി. തീരദേശമല്ലേ കൊച്ചി തീരം. MSC എൽസയുടെ വാല്യൂ കൊച്ചി, KOCHI കൊച്ചിയുടെ വാല്യൂ 18. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴോ 43. എന്തുകൊണ്ട് 42 ആയില്ല? അല്ല 41 ആയില്ല? അല്ല 44, 45 ആയില്ല? 43 വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, നിങ്ങൾക്കറിയാമല്ലോ. അവിടെ 640 കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു ഷിപ്പിൽ. 640 കണ്ടെയ്നറിൽ എത്ര? 13 അപകടം പിടിച്ച കണ്ടെയ്നർ ആയിരുന്നു. 12 കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നർ. അപ്പോൾ 13, 12, 25 കണ്ടെയ്നേഴ്സ് അപകടം പിടിച്ചതായിരുന്നു. അത് വീണ്ടും ഞാൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് 24 ആയില്ല? അല്ലെ 30 ആയില്ല? അല്ലെ 50 ആയില്ല? ഈ 640 എണ്ണത്തിനകത്ത് കറക്റ്റായിട്ട് ഈ 25 വരാൻ കാര്യം എന്താണ്? അതാണ് ഇതിങ്ങനെ ഒളിച്ചും ഭാഗത്ത് നിന്ന് 7ൻ്റെ സ്വഭാവം കാണിക്കും. നമ്മളിത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടുപേരിലുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ദയവായിട്ടത് ഒന്ന് ഭേദഗതി ചെയ്യണം. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും പല പല നേട്ടങ്ങളും കിട്ടും. നിങ്ങൾക്കൊരു മേജറായിട്ടുള്ള അസുഖം ഉണ്ടായാൽ, ഒരു ഹാർട്ട് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ക്യാൻസർ ആയിക്കോട്ടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മരുന്ന് മേടിച്ച് കഴിക്കുമോ? ഇല്ല. ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനും ചിലവഴിച്ചുകൊണ്ടായാലും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. അവസാനം മരണമായിരിക്കാം. എന്തുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിക്കുന്നില്ല, ഗൂഗിളിൽ നിന്നും ഓൺലൈനിലും മേടിക്കുന്നില്ല? അപ്പോൾ നമ്മൾ ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ മിടുക്കനായ ഒരു വ്യക്തിയെ തന്നെ കണ്ട്, പ്രോണോളജി കൂടിയുള്ള നിങ്ങളുടെ അടുത്തുണ്ടാകും. എന്നെ കാണണമെന്നൊന്നും എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. ധാരാളം സമയം എനിക്കങ്ങനെ സമയവും ഇല്ല അധികം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മാസത്തേക്കുള്ള ജോലി ഇപ്പോൾ കിടക്കുകയാണ്. സ്വയം നിങ്ങൾ ചികിത്സിക്കാൻ പോകരുത്. ഇവിടെ പല ആൾക്കാരും കൺസൾട്ടേഷൻ വരുമ്പോൾ 3 തവണ വരെയും പേര് മാറ്റിയ ആൾക്കാരുണ്ട്. അപ്പോഴാണ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ പ്രോണോളജി, നാമശാസ്ത്രത്തിൻ്റെ വൈബ്രേഷൻ തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ തന്നെ ഭേദഗതി ചെയ്തിരിക്കുന്നത് പേരിൽ. ഈ കപ്പലിൽ 24 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും രക്ഷപ്പെട്ടു, ആരും മരിച്ചില്ല. പക്ഷേ പറയുന്നു 25 പേരാണെങ്കിൽ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടാകുമായിരുന്നു. 24 അവിടെ രക്ഷപ്പെട്ടു, ആരും മരിച്ചിട്ടില്ല. ഇതാണ് ഈ അക്കങ്ങളുടെ കളി, അക്കങ്ങളുടെ ശക്തിയാണത്.
ഏഴിൻ്റെ കാര്യമാണല്ലോ ഈ പറയുന്നത്. ഏഴുകാരുടെ ദൂഷ്യം എന്നാൽ പെട്ടെന്ന് അവർ ടെമ്പറാകും. ഇന്നിപ്പോൾ രാവിലെ കണ്ടൊരു വീഡിയോ ഉണ്ട്. മുകേഷ്, ഫിലിം ആക്ടർ, നമ്മുടെ നിയമസഭയിലെ സാമാജികൻ, അദ്ദേഹത്തെ ട്രിവാൻഡ്രത്തുള്ളൊരു പയ്യൻ, ഊരുട്ടമ്പലത്തിലുള്ളൊരു പയ്യൻ വിളിച്ചു. മുകേഷിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു വ്യക്തി 5 ലക്ഷം രൂപയ്ക്ക് പറ്റിച്ചു. മുകേഷിനോടൊരു MLA എന്ന നിലയിൽ പറയാൻ വന്നപ്പോൾ മുകേഷ് ഷൗട്ട് ചെയ്തു, നിന്നെ സൈബർ സെല്ലിനെ കൊണ്ട് പിടിപ്പിക്കും, ഉടൻ തന്നെ നിൻ്റെ വീട്ടിൽ പോലീസുകാർ വരൂ, നിന്നെ ഇടിച്ച് പിഴിയും, നിനക്ക് ജീവൻ കാണത്തില്ല എന്നൊക്കെ പറയുന്ന വീഡിയോ മറുനാടിൻ്റെ ചാനലിൽ ഇന്ന് രാവിലെ കണ്ടതാണ്. മുകേഷിനെ പറ്റി നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. മുകേഷിൻ്റെ പേരിൻ്റെ വാല്യൂ ഇത്രയാണ്, MUKESH. അതാണ് അപകടം. അത് 7ൻ്റെ സാന്നിധ്യമാണ്. അദ്ദേഹത്തെ പോലെ അറിയപ്പെടുന്നൊരു വ്യക്തി ഇങ്ങനെ ചൂടാകണമെന്നുണ്ടെങ്കിലോ അദ്ദേഹം പോലും അറിഞ്ഞുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, പേരിൻ്റെ ദൂഷ്യമാണ്. നിങ്ങളുടെ പേരിൽ 7ൻ്റെ സാന്നിധ്യം വന്നാൽ അത് എപ്പോഴും ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി കൺസൾട്ടേഷന് വേണ്ടി വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു ചെറിയൊരു ഫീസ് എന്തെങ്കിലും ചെറിയൊരു ദക്ഷിണ വെച്ചോളം പറഞ്ഞു. ചെറിയൊരു ദക്ഷിണ അടച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫും വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. പേരിൽ ഗംഭീരമായ ഭീകരമായ അപകടം കിടക്കുകയാണ്. ആ പ്രൊഫൈൽ പിക്ചറിലും അദ്ദേഹത്തിൻ്റെ പേരിലും വാല്യൂ 25ആണ്. ഞാൻ പറഞ്ഞു പേരിൽ ഭേദഗതി ചെയ്യാൻ ഫീസ് വേണം. ഉടനെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആത്മീയതയുടെ ആളല്ലേ, പിന്നെ ഇതിനാണ് ഫീസ് മേടിക്കുന്നത്? ചെറിയ തുകയാണ് ഫീസ് അടച്ചത് കേട്ടോ, ചെറിയ ദക്ഷിണ അടച്ചത്. എനിക്കതിനെപ്പറ്റി പരാതിയൊന്നുമില്ല, ദക്ഷിണയുടെ കാര്യത്തിൽ ആരെപ്പറ്റിയും പറയാറില്ല. പക്ഷേ പേരിൽ ഭേദഗതി ചെയ്യുമ്പോൾ എനിക്ക് ഫീസ് വേണം. കാരണം വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്തല്ലേ. ഇത് ചാരിറ്റി അല്ല. മറ്റുള്ളവരെ അങ്ങനെ നന്നായി കഴിഞ്ഞാൽ ദേവതകൾ തന്നെ എന്നോട് കോപിക്കും. എനിക്ക് 1 രൂപയാണ് ദക്ഷിണ കിട്ടുന്നതെങ്കിൽ 25 പൈസ അല്ലെങ്കിൽ 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ 10 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ 25% ദേവതകൾക്ക് കൊടുക്കണം. പ്രൊട്ടക്ഷൻ ഷീൽഡ് എന്ന് പറയും. 25 പൈസ അല്ലെങ്കിൽ 25% എൻ്റെ ആവശ്യത്തിനും 50 പൈസ കുടുംബത്തിനും. ഇങ്ങനെയാണ് അതിൻ്റെ തത്വം പോകുന്നത്. അല്ലാതെ ഞാൻ കൊണ്ട് ബാങ്കിൽ ഇടുക എന്നുള്ളതല്ല. കാരണം ഇതിനൊക്കെ വിശ്വസിക്കുന്നത് ഒരു ഉപാസനയുടെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു നാമകരണം പോലും കിട്ടുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന്. ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അതിൻ്റെ ദൂഷ്യം കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പഴയ കാലത്ത് ഈ നമ്പൂതിരിമാരുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ വൈകല്യമുള്ളവരുണ്ടല്ലോ. കാരണം അവരുടെ പരിപാടി എന്താണ്? പൂജാരിമാർ നാട്ടിലെ എല്ലാ ആൾക്കാരുടെയും ദുഃഖം കൊണ്ട് ക്ഷേത്രത്തിൽ കുടയും. ഈ പൂജാരി വേണം ഇതെല്ലാം ചെയ്ത് ഓരോരോ മന്ത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അദ്ദേഹത്തിനാണ് ഇതിൻ്റെയൊക്കെ തിക്ത ഫലങ്ങൾ കൊണ്ടുവരുന്നത്. ദൈവത്താൽ ശിക്ഷിച്ചവനെ നമ്മളായിട്ട് ഈ ശാസ്ത്രത്താൽ സഹായിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ദൂഷ്യഫലങ്ങൾ നമ്മളിൽ അവശേഷിപ്പിച്ചിട്ടേ പ്രകൃതിയിലെ ആ നെഗറ്റീവ് എനർജി പോവുകയുള്ളൂ. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദക്ഷിണയായിട്ടോ ഫീസൊക്കെ ആയിട്ട് മേടിക്കുന്നത്. പോട്ടെ. അപ്പോൾ നിങ്ങൾ ഏഴുകാരാണെങ്കിൽ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളുടെ ഈ 7ന് ഒത്തിരി ഗുണങ്ങളുണ്ട്. 7 ഭൂഖണ്ഡങ്ങൾ അല്ലേ? കുണ്ടലിനി പവർ. കുണ്ടലിനി എന്ന് വെച്ചാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഘതം, വിശുദ്ധി ചക്രം, അജ്ഞചക്രം, അതിൻ്റെ സഹസ്രാരം. 7 പക്കാ ശാസ്ത്രീയതയല്ലേ? പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോഴൊന്നുമില്ല. പടി 6 കഴിഞ്ഞാൽ 7ാമത്തെ അത് കുണ്ടലിനി പവർ, സെർപ്പൻ്റ് പവർ എന്ന് പറയും. സ്വരങ്ങൾ 7 ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ. 7 ആകാശം എന്ന് പറയുന്നുണ്ട്, അത് കവി സങ്കല്പമാണ്. 7 മഹാ അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. 7 സാഗരം പറയുന്നുണ്ട്. 7 14 ലോകം. ഭൂമിക്ക് മുകളിൽ 7 ലോകം, താഴേക്ക് 7 ലോകം. അങ്ങനെ 14 ലോകം. മഴവില്ലിന് 7 നിറങ്ങൾ. അങ്ങനെ 7 എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട്. നിങ്ങളിലുമുണ്ട് ആ ക്വാളിറ്റീസ്. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. കാരണം നിങ്ങളിൽ കുറച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വാസം അല്പം കുറവാണ്. മറ്റുള്ളവരെക്കാളും എല്ലാവരിൽ നിന്നും അല്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഒരുതരം ഈ റിമോട്ട് രീതിയിൽ, അതായത് ഏകാന്തതയെ പറ്റി ഉണ്ടാകും. പിന്നെ പെട്ടെന്ന് കോപം ഉണ്ടാകും. ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. പെട്ടെന്നൊന്നും പറ്റത്തില്ല. ഇതിനായിട്ട് നമ്മൾക്കിന്നൊരു യന്ത്രം പരിചയപ്പെടുത്താം. കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട് ആ യന്ത്രം. പഴയ കാലത്ത് നമ്മൾ ഈ ചെമ്പിലൊക്കെ, ഞാൻ യന്ത്രലേഖനം ശാസ്ത്രീയമായിട്ട് പഠിച്ചയാളാണ്, പക്ഷെ അത് ചെയ്യത്തില്ല ഇപ്പം. കാരണം അതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. നിങ്ങൾ ഈ യന്ത്രമൊക്കെ മേടിക്കാറില്ലോ ഈ ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാലോ ഓൺലൈനിൽ പിറ്റേ ദിവസം കൊണ്ട് ഈ യന്ത്രം കിട്ടും. അതല്ല, അത് ശരിയായ രീതിയല്ല. അതും വളരെ അപകടം പിടിച്ചതാണ്. ഒരു യന്ത്രലേഖനം ചെയ്യണമെന്നുണ്ടെങ്കിൽ 41 ഡേയ്സ് വേണം. ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചതാണ് തൃശ്ശൂർ മഠത്തിൽ. അതായത് നമ്മളൊരു ഒറ്റ മുണ്ട് ഉടുത്ത് കുളിച്ചിട്ട് ആ നനഞ്ഞ തോർത്തുകൊണ്ട് വേണം യന്ത്രലേഖനം തുടങ്ങാനായിട്ട്. ആ തോർത്ത് അല്ലെങ്കിൽ ആ വസ്ത്രം, ആ ഒറ്റമുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം യന്ത്രലേഖനം ചെയ്യാൻ പാടില്ല എന്നാണ് പഠിച്ചിരിക്കുന്നത്.
പിന്നെ പിറ്റേ ദിവസം ഇത് ചെയ്യണം. നമ്മൾ ഒരു വ്രതശുദ്ധിയൊക്കെ വേണം. അതിനുശേഷം പ്രത്യേകമായ ചില കൂട്ടൊക്കെ വെച്ചുകൊണ്ട് ആ യന്ത്രം മീൻസ് ആ ചെമ്പ് തകിട് അല്ല സ്വർണ്ണ തകിട് ആയിക്കോട്ടെ എഴുതിയിട്ട് 41 ദിവസം പൂജ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇന്നങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ പഴയ കാലത്ത് കിട്ടുമായിരുന്നു. നിങ്ങൾ അതുകൊണ്ട് ഈ തപാൽ മാർഗം കിട്ടുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ വെറുതെ കച്ചവടത്തിനായിട്ട് വെച്ചിരിക്കുന്ന യന്ത്രനിർമ്മിതമായ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. വെറുതെ പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതെൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. നമ്മുടെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ ഒന്നും അതിശയകരമായ രീതിയിൽ പറയുന്നില്ല. അനുഭവങ്ങൾ ആ തമ്പനിയിലുള്ളതുണ്ടല്ലോ, അതുപോലെ ഇത് എൻ്റേതായ യന്ത്രമാണ്. എനിക്കുള്ളതാണ്. എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. ഇത് 8കാർക്കുള്ളതാണ്. 8/17/26 തീയതികളിൽ ജനിച്ചവരാണ്. ഈ രീതിയിൽ ഇത് കട്ടിയുള്ള പേപ്പറാണ്. ഇതെടുത്ത് ഇതിൽ റേക്കി ചെയ്യണം. റേക്കി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് താഴെ വെച്ചിട്ട് നമ്മുടെ കൈയൊക്കെ ശരീരമൊക്കെ ശുദ്ധമാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ റേക്കി ചെയ്ത് എന്ന് ചെയ്യണം. അപ്പോൾ എനർജി ഉണ്ടാകും. നമ്മുടെ ഈ ഇതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, ആ തകിടിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ റേക്കി ചെയ്തതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ കീഴിൽ, തലയണ കീഴിൽ ഇതങ്ങ് വെക്കണം. വൈകിട്ട് കിടക്കുമ്പോഴേക്കും ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. 12, 33, അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുക. ഇത് എങ്ങോട്ട് വായിച്ചാലും ഒരേ ഫിഗറാണ് കിട്ടുന്നത്. ഇതുപോലെ ഇന്ന് ആ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന കേതുവിൻ്റെ യന്ത്രം നിങ്ങളിങ്ങനെ ഒരു കട്ടിയുള്ള പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ ആയിട്ട്, ചെറിയതാകരുത് കേട്ടോ, തലണക്കിഴ വെച്ച് കഴിഞ്ഞാൽ കീറിപ്പോവും. അതുകൊണ്ട് ഡെയിലി റേക്കി ചെയ്തിട്ട് തലണക്കിഴ വെക്കാണ്ട് കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇത് നോക്കിയേക്കുക. ഇത് നോക്കണം. ഇതിനോടൊപ്പം തന്നെ ഞാൻ പഠിച്ച വിശ്വാസം പ്രകാരം കേതുവിൻ്റെ അധിഷ്ഠാന ദേവത മഹാമായയാണ്. മഹാമായയെ മനസ്സുകൊണ്ടൊന്ന് വിളിക്കണം. ഇതെല്ലാ മതസ്ഥർക്കും പറ്റത്തില്ല, ഇല്ലായിരിക്കാം. അത് വിശ്വാസം അനുസരിച്ചുകൊണ്ടാണ്. ഈ വിശ്വാസം പ്രചരിപ്പിക്കില്ല, പഠിച്ച രീതി പറയുകയാണ്. മഹാമായയെ മനസ്സുകൊണ്ടൊന്ന് ധ്യാനിക്കുക. മഹാമായയുടെ സ്വാധീനം നിങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ബ്ലെസ്സിങ്സ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത് നമ്മുടെ പുരുഷൻ്റെ കൈയുടെ ഈ തള്ളവിരലിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ചെറുവിരലിൻ്റെ നേരെ അടിയിലായിട്ട് ഇവിടെയായിട്ട് ഇങ്ങനെ ഒരു വരയുണ്ടോ എന്ന് നോക്കണം. ഇതിനകത്ത് വരയുണ്ടെങ്കിൽ മഹാമായയുടെ അല്ലെങ്കിൽ ദേവിയുടെ കടാക്ഷം ഉണ്ടാവും. അതുകൊണ്ട് ഇത് കണ്ടോ, ദേവിയുടെ കടാക്ഷം. ആ കടാക്ഷമുള്ളവർക്ക് മഹാമായയുടെ സാന്നിധ്യം ഉണ്ടാവും. അവരിലേക്ക് പെട്ടെന്ന് ബ്ലെസ്സിങ്സ് കിട്ടും. ഇനി അഥവാ ഇല്ലെങ്കിൽ നിങ്ങളെന്നും ഇവിടെ ഒരു വര വന്നു. ഇതുണ്ട്, ഇത് ഇപ്പം ഞാൻ കാണിക്കും. ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ. പണ്ട് എൻ്റെ കയ്യിലില്ല കണ്ടോ, ചെറിയൊരു വര. ആ വര വന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് നോക്കിക്കൂ. നിങ്ങൾ അന്യദേശത്തേക്ക് പോകും, സ്വന്തം നാട് വിട്ട്. അല്ല, നിങ്ങളിപ്പം കോട്ടയംകാരനാണെങ്കിൽ, അയ്മനംകാരനാണെങ്കിൽ കോട്ടയം വിട്ടു പോകും. ഇനി വേറെ തൊട്ടടുത്തുള്ള ജില്ലയിലേക്ക് പോയാലും ശരി, നിങ്ങൾക്ക് ഈ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും വിദേശത്ത് പോകാൻ പറ്റത്തില്ലല്ലോ, കാരണം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രായം ചെന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായം ചെന്ന പിള്ളേരൊക്കെ ഉണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. അങ്ങനെയുള്ളപ്പം നിങ്ങൾക്ക് ഈ മഹാമായയുടെ സാന്നിധ്യത്തിൽ, സ്വാധീനത്താൽ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ നടത്തി വിജയിക്കാൻ പറ്റും. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂ. നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്നും ഇങ്ങനെ റേക്കി ചെയ്യാൻ മടിക്കരുത്. എന്നും ചെയ്യണം. പിന്നെ റേക്കി ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ണാടിയൊക്കെ ഊരിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ രീതിയിൽ ചെയ്യേണ്ടതാണ്. ബേസിക്കാണ് കേട്ടോ. എനിക്ക് റേക്കിയിൽ PG ഉണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ എന്ന് ചെയ്യുക. കണ്ണടച്ച് പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ. പിന്നെ വേറെ ഒത്തിരി കാര്യമുണ്ട്, എന്നാലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുക. നെറ്റിയിൽ തൊടാൻ പാടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല. എന്നിട്ട് തലമുടിയിലേക്ക് ഇങ്ങനെ മൊത്തം കോതുന്നു. ഡെയിലി ഒരു 3 മിനിറ്റ് ചെയ്ത് നോക്കിക്ക്. നിങ്ങളുണ്ടാകുന്ന മാറ്റം വ്യക്തമായിട്ട് പ്രകടമായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.